ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ അല്ലെങ്കിൽ ഈദ് സ്പെഷ്യൽ ഡ്രിങ്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. ഒരുപാടധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. പ്രധാനമായും സബൂദന അല്ലെങ്കിൽ സാഗോ സീഡില്ലേ അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് ക്യാരറ്റാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത ഒരു ക്യാരറ്റാണിത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിൽ ഒരു ഒറ്റ വിസിൽ കൊടുത്താൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സബൂദന വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് സാഗോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പോളം ആണ് സബൂദന എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് സബ്ജ സീഡാണ്. അതൊരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഞാൻ മധുരത്തിന് വേണ്ടി എടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഒരു 6 ഡേറ്റ്സോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയ ശേഷം ഇതിലെ കുരു കളഞ്ഞെടുക്കുക. പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡേറ്റ്സ് എടുക്കണ്ട. രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഇനി ഞാൻ ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഏകദേശം നമ്മൾ വെച്ചിരുന്ന സബൂദന വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്ത ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നല്ല പശവശപ്പുണ്ട്. അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഡ്രിങ്കിലേക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ ഏകദേശം ഒരു 4 ഗ്ലാസ് പാലോളം എടുക്കുന്നുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ഗ്ലാസ് ഡ്രിങ്ക് വേണമോ അതിനനുസരിച്ചിട്ടുള്ള പാലെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കാക്കി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ ഒരു ഡിസേർട്ടിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനതൊരു 1.5 സ്പൂണോളം എടുക്കുന്നുണ്ട്. ഒരുപാട് കൂടരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് കൂടും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം എടുക്കുക. ഇനി ഇതൊരു 1/4 ഗ്ലാസ് പാലിലേക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് ഡയറക്റ്റ് ചൂട് പാലിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് മുഴുവൻ കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാല് എടുത്തിട്ട് ഇതിലെ കട്ടകളെല്ലാം മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചാലും അത് കുറുകിപ്പോകും. അതിനുശേഷം നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുക്കാൻ പറയുന്നത്. ഇത് ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റില്ലേ, ക്യാരറ്റ് വേവിച്ച് അരച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റിന് പകരം മാങ്ങ ഉപയോഗിക്കാം. മാങ്ങ ഉപയോഗിച്ച് ചെയ്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ നാട്ടിൽ, അപ്പോൾ മാങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നതും നന്നായിരിക്കും. ക്യാരറ്റ് ചേർത്തപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഇല്ലേ, അത് മിക്സിയുടെ ജാറിലേക്കാക്കി അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഡേറ്റ്സിൻ്റെ ഈ ഒരു പോർഷൻ ഒഴിവാക്കാവുന്നതാണ്. ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുതിർത്ത് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി മധുരം കിട്ടും. ഇപ്പം ഞാൻ ഡേറ്റ്സിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് തണുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സബൂദനയാണ്. ഞാനിത് ഒന്നും കൂടി തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടയായിട്ട് കിടക്കും. ഇനി നമുക്കിതിലേക്ക് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടും കുറച്ച് നല്ല തണുപ്പിലും കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ആപ്പിളും ആണ് എടുത്തേക്കുന്നത്. വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പഴം ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആപ്പിൾ സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും മഞ്ഞ കളർ വരില്ലേ, അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ആ ഒരു സമയത്ത് മാത്രം കട്ട് ചെയ്ത് ചേർക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് ഇത് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് കടിക്കാൻ കിട്ടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതുപോലെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇതൊരു ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്ക് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എല്ലാം കസ്റ്റാർഡ് പൗഡർ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഡേറ്റ്സ് ഉണ്ടാവും. അതില്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോടത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ എല്ലാവരും സാഗോ വെച്ചിട്ട് പായസം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കാച്ചി കൊടുക്കുകയൊക്കെ ചെയ്യാറാണ് പതിവ്. പക്ഷേ നമുക്കിപ്പം സാഗോ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.